എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? നീ എന്റെ ഭാഗത്തൊന്നും കൂടെ ആലോചിച്ച് നോക്ക്. ഇത് പുതിയ ഏർപ്പാടാണല്ലോ. സ്പോഞ്ച് ഓട്ടായി പോട്ടാ. എന്തിട്ടോട്ടാ? ശോശകശം വാട്സാപ്പിലൊക്കെ വന്ന ഒരു ഫോട്ടോ. എപ്പോ നോക്കിയാലും ഒരു വാട്സാപ്പ് ഒരു കുത്താണ് വെച്ചോട്ടാ. എടാ ജോസേ, നീ ആ നിപ്പ് നോക്കി, ഒരു ചാകരയുടെ മണടിക്കുന്നുണ്ട്. എവിടുന്നോ പൈസ വരുന്നുണ്ട്. രമണൻ ശ്രീകാന്തൊക്കെ എന്റെ തലവട്ടം കണ്ടാ തെറി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാ. ഇന്നലെ ശ്രീകാന്ത് എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു, അതും മുസാമ്പി ജ്യൂസ് അല്ലേ? ആ, എന്തോ ചാകര മണക്കുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്താ കണക്കെഴുതിയേ. നമ്മുടെ സുദേശിയുടെ വാടക 30,000. സുദേശിക്ക് 30,000 അല്ലേ വാടക. വണ്ടിയുടെ ബുക്കും പേപ്പറും 22,000. 22,000. പെയിന്റ് കടയിലെ ചന്ദ്രന് 15,000. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് 15. പാലേരക്ക് കടയില് 3,500. പക്ഷെ ഇവൻ ഞാൻ പെയിന്റ് കടയിൽ ചെന്നപ്പോ ഒരു പൈന്റിന് പൈസ വെച്ചിട്ട് തന്നില്ല. നന്നായി. ചേറ്റ ചാന്ദ്രൻ. അത് പോട്ടെ, നീ നോക്ക്. ഇത് മാറ്റടോ. അത് ഇത്രയും കാലം രമണനായിരുന്നു. ഇപ്പൊ ഈ ചെറുക്കം കാരണം ഉറക്കം പോയി. എന്റെ അവസ്ഥ ഇപ്പൊ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. നമുക്കിവനെ കൊല്ലാൻ പറ്റും തോന്നുന്നുണ്ടോ? ഏറ്റവും ഇല്ലേ, പൈസ വാങ്ങി ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. എടോ ശ്രമിച്ചു നോക്കാടോ. അതെ, ഞാൻ കൊറേ വിളിച്ചു. ആ ശ്രീകാന്തിന്റെ പൈസ കൊടുത്തൂല്ലേ? ചേട്ടൻ പറഞ്ഞു കൊറേയൊക്കെ തീർത്തില്ലേ? ഇനിയിപ്പോ ഇങ്ങോട്ട് പോന്നൂടെ? അതെ, ഞാൻ കുറച്ച് തിരക്കില്ല. ഞാൻ നിന്നെ തിരികെ വിളിക്കാം. അതെ അതെ, ഒരു മിനിറ്റ്. ചോറ്റാനിക്കര അമ്മയ്ക്ക് 1 രൂപ ഒഴിഞ്ഞു വെക്കണേ. ആയിക്കോട്ടെ. നല്ല നല്ല നമ്പർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പക്ഷെ അണക്ക് തരാൻ എനിക്കൊരു കുറ്റബോധ. പിന്നെ 30 ഉറുപ്പിക്ക് എവിടെ കിട്ടും ഇത്രയും പ്രതീക്ഷ? ഈ പ്രതീക്ഷയൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ കുറ്റബോധം എന്താന്ന് മനസ്സിലായിട്ടില്ല. ഏടാ, അണക്ക് 2 കൊല്ലമായിട്ട് ഞാൻ ലോട്ടറി ആയിട്ടില്ലേ, അത് ആഴ്ചയിൽ 5 എണ്ണം വെച്ചിട്ട്. എന്നിട്ട് അണക്കാകെ 30 ഉറുപ്പിൽ അടിച്ചുള്ളൂ. അപ്പം എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ? മനസ്സാക്ഷിയിൽ ആർക്കും ഉണ്ടാവും കുറ്റബോധം. പക്ഷെ അണക്ക് വലുതെന്തോന്ന് വരാൻ നിർത്തണ്ട സൗഭാഗ്യ. എൻ്റെ മയിലുള്ള ആൾക്കാർ കാരണം ഞാൻ അങ്ങനെ ജീവിച്ചു പോണു. ഒരു 100 രൂപ റീചാർജ് ചെയ്ത് വേട്ടെ. നമ്പർ എഴുതി. സാറേ, സാറ് എടുക്കൂലെന്ന് എനിക്കറിയാം. എന്നാലും വെറുതെ ഒന്ന് പ്രതീക്ഷിക്കാമല്ലോ. ഒറ്റയൊന്ന് ഇപ്പോഴേ ആൾക്കാരെ മനസ്സുമാരാന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. സാറേ, 70 ലാസ്റ്റ് നമ്പർ. ആ, അപ്പം അടിക്കൂ. ഓക്കെ, കയറിയിട്ടുണ്ട്. ശരി. സാറിന് വലുതായിട്ട് എന്തോന്ന് വരാണ്ട് കേട്ടോ. നമ്മളൊന്ന് മറക്കരുത് കേട്ടോ. സാറിനെ കണ്ടാറിയാ ബെസ്റ്റ് ടൈമാ. അങ്ങനെ ഒരാളും കൂടി രക്ഷപ്പെട്ടു. എനിക്ക് രക്ഷപ്പെടണോ? എന്തായി? കൊള്ളാല്ലേ? കുഴപ്പമില്ല. പോളിടെക്നിക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണമെന്ന് വിചാരിച്ചാ. അതിപ്പോൾ ഇങ്ങനൊരു കാര്യത്തിനായി. അതുപോട്ടെ, 1 മാസത്തേക്ക് കാറായി. വാടക കൊടുത്ത 2 മാസത്തേക്കും കിട്ടും. ഇപ്പം അതല്ലല്ലോ വിഷയം. താൻ വണ്ടി എടുക്കുക. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും. സ്റ്റെല്ല എന്തി വരുന്നുണ്ട്. ആണോ? എന്താ ലേറ്റ് ആയി? ലേറ്റ് ആയി. ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാ? കഷ്ടപ്പാടൊക്കെ ആണോ? രോഗികളൊക്കെ ഉണ്ടോ? സ്റ്റെല്ലയ്ക്ക് ഒരുങ്ങാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. വന്നല്ലോ. സ്റ്റെല്ലേ നീ മെല്ലെ വരൂ, സ്റ്റെല്ലേ നീ മെല്ലെ. സ്റ്റെല്ല ഒന്ന് സ്ലിം ആയിട്ടുണ്ടോ? പക്ഷെ ഇപ്പളാ ശരിക്കും ബ്യൂട്ടി ആയത് കേട്ടോ. കുട്ടിയും ബ്യൂട്ടിയാ. എന്താ നാളെ 2 തരാട്ടോ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിപ്പം അടുത്ത ആഴ്ച ആയാലും നമുക്കെന്താ പ്രശ്നം? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? എന്നാ ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഗിരി, ജോസ് മോനും തമ്മേണ്ണനും ചോദിച്ചാലേ കാറ് തൻ്റെ ചില ആവശ്യങ്ങൾക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞോളാം.
എടോ അപ്പൊ ആരാന്നറി വൃത്തിയായിട്ട് വിൽക്കും വെച്ച് റോട്ടി വന്ന് നിൽക്കുന്നുണ്ടോ തന്നിരുത്തണ്ടേട്ടാ. ഒന്ന് നിർത്തൂ. ഗിരിക്കുട്ടാ, ക്ലീറ്റസേ സുഖമല്ലേ? മുകളിൽ ഇപ്പൊ ആരാ താമസിക്കുന്നത്? ഓ, അത് രണ്ട് സാധുക്കളാ, നേഴ്സുമാരാ, ഭൂമിയിലെ മാലാകമാരെ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച താമസമല്ലേ? കാറൊക്കെ ആയി. എനിക്കറിയായിരുന്നു കേട്ടോ, നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടുമെന്ന്. പ്രത്യേകിച്ചും ഇവൻ. അല്ലെങ്കിലും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നില്ലേ? ഇതാ ചെറുക്കനല്ലേ? എടുക്കെടുക്ക്, വണ്ടി എടുക്ക്. എടുക്കുന്ന ഓ ഓ ഓ, അവന്റെ നോട്ടം മുകളിലേക്കാ. ദേവൻ പോകുന്നുണ്ട് കേട്ടോ. തനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ടോ? ഉറപ്പല്ലേ? എനിക്ക് വണ്ടി എടുക്ക്. വണ്ടി എടുക്കണം. എന്തായിരുന്നു പ്ലാൻ? എല്ലാം അറിയാൻ വേണ്ടിട്ട് ചോദിച്ചോ. കലേഷേ, നീ ആ തൈക്കൂടം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വാ. ആ, ടൂൾസൊക്കെ എടുത്തോ? ആ, പണിയുണ്ട്. കലേഷാരാ? കലേഷാരാ? പഞ്ചർ ഒട്ടിക്കാൻ വിളിച്ചതാ. വെറുതെ ഒരു മനുഷ്യൻ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സർജറി മസ്റ്റാണ്. 2 ദിവസമായി ഞാൻ ഇവിടുന്ന് പോയിട്ട്. സ്റ്റുഡിയോയിൽ ഭയങ്കരമായിട്ട് ഹെൽഡപ്പ് ആയിരുന്നു. ഇത് കല്യാണി, റസിയ. ജീവിതം പാട്ടിലാക്കലല്ലേ? അറിയാം. ഹലോ. ഹായ്.